ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ഒരു ചൂട് സമയത്ത് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിട്ടിലൻ ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഡ്രിങ്കായിട്ടോ അല്ലെങ്കിൽ ഡെസേർട്ടൊക്കെ ആയിട്ട് പാർട്ടികളൊക്കെ ഇതിനെ സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനൊരു ഗ്ലാസ് മാത്രം മതിയാകും വയറ് ഫില്ലാവാനായിട്ട്. ഇതിലേക്ക് കോൺഫ്ലവറോ കസ്റ്റേർഡ് പൗഡറോ ഒന്നും ആവശ്യമായിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കസ്കസ് ഒന്ന് കുതിർത്തിയെടുക്കുക. അതിനായിട്ട് ഒരു കപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് അങ്ങ് മാറ്റി വെക്കാം. 10 മിനിറ്റ് കൊണ്ട് ഇത് നല്ല രീതിയിൽ കുതിർന്നിട്ട് വന്നോളും. ഇത് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള 4 ഞാലിപ്പൂവൻ പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് മൈസൂർ പഴത്തിനെക്കാട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാകുക ഇതുപോലെ ഞാലിപ്പൂവൻ പഴം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ ഇതന്നെ എടുക്കുക, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി തൊലി കളഞ്ഞെടുത്തതിന് ശേഷം മൊത്തത്തിൽ ഞാനിവിടെ ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയാണ് കേട്ടോ ഈ ഒരു അളവ് വെച്ചിട്ട് ഉണ്ടാകുക. ഇത് മൊത്തത്തിൽ മിക്സിന് ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കറക്റ്റായിട്ടാണ് ഉള്ളത്. കൂടെ തന്നെ 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ എടുത്തുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടയാക്കിയിട്ടുള്ള പാലും എടുക്കാവുന്നേ ഉള്ളൂ. നല്ല പോലെ അടിച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അങ്ങ് അടിച്ചെടുക്കാം. ഇതിവിടെ നല്ല പോലെ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാൽ ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഒത്തിരി അടിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഇനി അരച്ചെടുത്തത് ഇതുപോലെ വലിയൊരു ബൗളിലേക്ക് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കട്ടി വേണം കേട്ടോ, ഈ ഒരു തിക്നെസ് വേണം, ഒത്തിരി ലൂസായി പോകരുത്. ഇനി ഇതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള നേരത്തെ അരക്കാനെടുത്തിട്ടുള്ള അതേ ഒരു പഴം തന്നെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തിട്ടുള്ള തന്നെ എടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലുത് തന്നെ എടുക്കുക കേട്ടോ. ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു മാമ്പഴം മൊത്തത്തിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഈ ഒരു കപ്പിന് 1/2 കപ്പോളം ഉണ്ടാകും. എല്ലതും ഈ ഒരു കപ്പിന് 1/2 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 1/2 കപ്പ് പച്ചമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 2ആയിട്ട് കട്ടാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നല്ല മധുരമുള്ള മുന്തിരി നോക്കിയിട്ട് തന്നെ എടുക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു വലിയ ആപ്പിൾ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആപ്പിൾ നേരെ തന്നെ കട്ടാക്കി എടുക്കണ്ട, ഇതിലേക്ക് ചേർക്കാൻ നേരത്ത് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളറ് മാറിയിട്ട് വരും. ഇതുപോലെ ചെറുതാക്കി എടുത്തിട്ടുള്ള ആപ്പിളും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട്. നിർബന്ധമില്ല, നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചേർക്കേണ്ടതാണ് ഒരു 1/2 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. വറുത്തിട്ടുള്ള കടലുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ തൊലി കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഏകദേശം ഈ ഒരു കപ്പിന് 1/2 കപ്പോളം ഉണ്ട്. അതും കൂടെ മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് നന്നാരി സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നാരി സർബത്തുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയതോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതോ ഏതായിരുന്നാലും പ്രശ്നമില്ല. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കപ്പിന് 1/2 കപ്പോളം തന്നെ അതും അളന്നെടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 200 ഗ്രാമിൻ്റെ കണ്ടൻസ് മിൽക്കിൻ്റെ ടിന്നിന്ന് പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറക്റ്റായിട്ടുള്ള മധുരമാണ് ഉള്ളത്. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 3/4 ടിന്ന് വരെ ചേർത്തെടുക്കാവുന്നേ ഉള്ളൂ. കൂടെ തന്നെ ഇതിലേക്ക് നേരത്തെ കുതിർത്തിയെടുത്തിട്ടുള്ള ആ ഒരു കസ്കസ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഇതിലേക്ക് കോൺഫ്ലവറോ കസ്റ്റേർഡ് പൗഡറോ ഒന്നും ആവശ്യമായിട്ടില്ല. അല്ലാതെ തന്നെ നല്ല പോലെ തിക്കായിട്ടാണ് ഇത് ഉണ്ടാക്കുക. പിന്നെ ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അരച്ചെടുക്കുന്ന ആ ഒരു മിക്സിനനുസരിച്ച് ഉണ്ടാകും കേട്ടോ. ലൂസായിട്ടാണ് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാകും ഉണ്ടാകുക. ഇത് പാകത്തൊരു തിക്നെസ്സാണ് കിട്ടിയിട്ടുള്ളത്. നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആ ഒരു പഴത്തിനനുസരിച്ചാകും ഉണ്ടാകുക. നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള പഴം എടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ശരിക്കും കസ്റ്റർഡിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്.
ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്